അപ്പോൾ നമ്മുടെ യാത്രയുടെ 5ാമത്തെ ദിവസമായി. ഇന്ന് നമ്മൾ രാവിലെ ഒരു 8:15 സമയം. ഇപ്പം മഴയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ഒരു നല്ല പീസ് ക്ലൈമറ്റായിട്ട് നിൽക്കുകയാണിത്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ണൂർ ഒരു 31 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും. ഇന്നലെ രാത്രി നമ്മൾ സ്റ്റേ അടിച്ചത് ഇവിടെ ആയിരുന്നു. ഇന്നലെ മഴ കാരണം എനിക്ക് പ്രോപ്പറായിട്ട് കാണിച്ചു തരാൻ പറ്റിയില്ല. ഇവിടെ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അപൂർവമായിരിക്കും. കാരണം ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇറങ്ങാൻ നേരത്ത് നല്ല മഴയാണ്. ഇന്നിപ്പോൾ എന്നെ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ശക്തിയായിട്ട് പെയ്യാനുള്ള എന്തോ പരിപാടിയാണ്. ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ നടക്കാൻ തുടങ്ങിയ ടൈം തൊട്ട് എനിക്ക് ഈ റെയിൻ കോട്ടൊന്നും ഊരാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല. കാരണം ക്ലൈമറ്റ് അതുപോലെ തന്നെയാണ്. ഒന്ന് മഴ പെയ്തൊന്ന് നിന്നൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെയും പെയ്യും. ആ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഹൈവേ കൂടെ നടന്ന് റൈറ്റ് പിടിച്ച് നേരെ കണ്ണൂരിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ കിലോമീറ്ററിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. അത് അവിടെ ഒരു ബോർഡുണ്ട്, അത് നോക്കി കാണാം. കണ്ണൂരിന് വെറും 30 കിലോമീറ്ററേ ഉള്ളൂ. ഈ എന്നൊക്കെ കാണിച്ചിട്ടാണെങ്കിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്നുള്ള ഒരൊറ്റ മൈൻഡോടുകൂടി ഞാൻ നേരെ അങ്ങ് പോവാണ്. അങ്ങനെ അവിടെ നിന്ന് നടന്ന് നമ്മൾ നേരെ ചുമടുതാങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എനിക്ക് ഈ പേര് കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് എന്നെയാണ് ഓർമ്മ വന്നത്. കാരണം എൻ്റെ പുറത്തൊരു ചുമടുണ്ടല്ലോ. മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് പതുക്കെ കുറച്ച് വെയിലൊക്കെ വരാൻ തുടങ്ങി. നമ്മളിപ്പോൾ മണ്ടൂർ റൂട്ട് പിടിച്ചാണ് വന്നത്. ഇതല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ അപ്പുറം തളിപ്പറമ്പ്, പറശ്ശിനിക്കടവ് ആ റൂട്ട് പിടിച്ച് പോകാം. പക്ഷേ അത് അത്യാവശ്യം കുറച്ച് ചുറ്റിക്കറങ്ങി പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഈ വഴിയും പോകുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിക്കാമെന്ന് കയറി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മൾ നേരെ നടന്ന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇനി അങ്ങോട്ട് അത്യാവശ്യം നല്ലൊരു കയറ്റാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ആ കയറ്റമൊക്കെ കയറി നേരെ പഴയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ റൂട്ട് വഴി ചെറുകുന്ന് പിടിച്ചാണ് നമ്മൾ നേരെ കണ്ണൂരിലേക്ക് പോണത്. അവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഗ്രീൻ ബോർഡ് കാണാം. കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി, നേരെ വിട്ടോടാ മോനെ എന്നും പറഞ്ഞ്. ഈ ബാഗിൻ്റെ മുടിഞ്ഞ കനം കാരണം എനിക്കിതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് അറിയാനായിട്ട് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി. അപ്പം ഞാനങ്ങനെ വന്ന വഴിക്കൊരു ഫ്രൂട്ട്സ് വിൽക്കണ ചേട്ടൻ്റെ അടുത്ത് ഈ മെഷീൻ ഇരിക്കണുണ്ട്. അങ്ങനെ ചോദിച്ച് അതിൻ്റെ വെയിറ്റ് അറിഞ്ഞു. 8.430 കിലോയാണ് ഇതിൻ്റെ വെയിറ്റ്. അങ്ങനെ വെയിറ്റൊക്കെ നോക്കി വന്ന വഴിക്ക് കണ്ണൂർ കോക്ടെയിൽ എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടിട്ട് കണ്ണൂരിലെ സ്പെഷ്യൽ ഐറ്റം അല്ലേ കുടിച്ചേക്കാന്നൊക്കെ വിചാരിച്ച് അകത്ത് കയറി ചോദിച്ചപ്പോഴത്തേക്കും കട അവധിയാണ്. ഈ കാണാനാണ് നമ്മുടെ പഴയങ്ങാടി ബസ് സ്റ്റാൻഡ്. ഇത്രയും ദൂരം നടന്ന് ഇവിടെ എത്തിയപ്പോഴാണ് അത്യാവശ്യം കുറച്ചധികം ആൾക്കാരൊക്കെ കാണാൻ പറ്റി. ഇപ്പം മഴയൊന്നുമില്ല, നല്ല ക്ലൈമറ്റ്. അങ്ങനെ നമ്മൾ കുപ്പമ്പുഴയൊക്കെ കടന്ന് നേരെ ചെറുകുന്നം ഗ്രാമപഞ്ചായത്തിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ഒരു മേൽപ്പാലമൊക്കെ ഉണ്ട്. നമുക്കിത് ആ പാലം കയറിയിട്ട് വേണം പോകാൻ. അങ്ങനെ അവിടുന്ന് നമ്മൾ ആ മേൽപ്പാലമൊക്കെ കയറി നേരെ കുപ്പമ്പുഴയുടെ മേളിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു പുഴയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിന് വീതി കുറച്ച് കുറവായതുകൊണ്ട് നമ്മുടെ നാഷണൽ പെർമിറ്റ് ലോറിയൊക്കെ വരുമ്പോൾ നോക്കി കണ്ട് നിന്നില്ലെങ്കിൽ നേരെ ഒറ്റയടിക്ക് മഹാരാഷ്ട്ര എത്തിക്കും അവന്മാർ. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ വേറെ ബ്രിഡ്ജ് പണിത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ താഴെ എന്തൊക്കെയോ പണിത് വെച്ചിട്ടുണ്ട്. ആ ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അത് എന്നാന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഓൾറെഡി നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് നമ്മൾ നൈസായിട്ട് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോവാണ്. ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് വണ്ടി ഇങ്ങനെ തെരുതെരുവെന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റോഡ് ക്രോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ക്രോസ് ചെയ്തല്ലേ പറ്റുള്ളൂ നമുക്ക്. അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ ജങ്കാർ സർവീസൊക്കെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭായിമാരവിടെ എന്തോ പണിയിലാണ്. നമുക്ക് എന്നാ നോക്കാം. ഈ ഇത്രയും മഴയും റെഡ് അലർട്ടും ഉള്ള സമയത്ത് ജീവൻ പണയം വെച്ച് പുഴയിലൊക്കെ ഇറങ്ങി ഇങ്ങനെ ഓരോ അഭ്യാസം കാണിക്കണം. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം. പിന്നെ പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവർ കഷ്ടപ്പെട്ട് പണിയൊക്കെ എടുത്ത് ജീവിക്കുന്നു. അപ്പം നിനക്കത് അറിയാമല്ലേ, എന്നിട്ടാണ് നീ പണിയെടുക്കാണ്ട് ഇങ്ങനെ ഈ മഴയത്ത് നടന്നു പോകണമെന്ന് ആരെങ്കിലും മനസ്സ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കളഞ്ഞേ കേട്ടോ. കുറച്ച് നേരം അവിടെ ഇങ്ങനെ പുഴയൊക്കെ കണ്ട് ഹോൾഡ് ചെയ്ത് നിന്നപ്പോഴാണ് അവിടെ 2-3 കൃഷ്ണപ്പരുന്ത് നല്ല രീതിയിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട്. നമ്മൾ വന്ന വഴിക്ക് ഈ മയിലിനെയും കൃഷ്ണപ്പരുന്തിനെയും ഈ വക ജീവികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും ഫോണിൽ നിന്നൊക്കെ ഒന്ന് പുറത്തിറങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ വക സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. ഇതിനിപ്പോഴത്തെ പ്രത്യേകത എന്താണെന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മൾ പുറത്തിറങ്ങി ഇതൊക്കെ കണ്ട് അത്യാവശ്യം പ്രകൃതിയോടൊക്കെ ഒന്ന് അടുത്തിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി കുറച്ചുകൂടെ ഒന്ന് റിലാക്സ്ഡ് ആവും. അപ്പോൾ 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ വെയിറ്റും കൊണ്ട് നടക്കണോണ്ട് എൻ്റെ അത്യാവശ്യം ഒന്ന് പൊട്ടി അത്യാവശ്യം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഡ്രസ്സ് ചെയ്യാലോ എന്ന് ഓർത്ത് ഞാൻ ഈ കടയുടെ ഫ്രണ്ടിൽ ഒരു ചെയറിലിരിക്കുകയാണ്. നല്ല മുറിവായതുകൊണ്ട് നമുക്ക് ഡ്രസ്സ് കണ്ട് പോകാൻ പറ്റത്തില്ല ഇനി. അപ്പം ഞാൻ ആ കടയിൽ നിന്ന് കുറച്ച് നല്ല ശുദ്ധമായ വെള്ളമൊക്കെ മേടിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കാല്. അപ്പോൾ വരുന്ന വഴിക്ക് ബെറ്റാഡിനും ഗോസ് പീസും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണ് കാലിന്ന്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഫ്ലഷ് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ വലിയ വേദനയൊന്നുമില്ല. നടക്കുമ്പോൾ പ്രഷർ കൊടുക്കുമ്പോഴാണ് വേദന. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കാലൊക്കെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് വൃത്തിയാക്കി എടുത്തു. നേഴ്സിംഗ് പഠിച്ചതിൻ്റെ ഓരോ ഗുണങ്ങളെ.
കാല് ഡ്രസ്സ് ചെയ്തിട്ട് നടന്നപ്പോൾ അത്യാവശ്യം നല്ല റിലാക്സേഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ട്രെയിനൊക്കെ നോക്കി എന്തോരം ദൂരം നടന്നു എന്നൊക്കെ നോക്കി ഇങ്ങനെ നിന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമുക്കിനി അടുത്ത പോകേണ്ട സ്ഥലത്തേക്കുള്ള മാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് വീണ്ടും പതുക്കെ നടക്കുവാണ്. ഒന്ന് തീർന്നുള്ളൂ കേട്ടോ, അടുത്ത മഴ ദേ വന്നു. വന്നപ്പോൾ തൊട്ട് കണ്ടിന്യൂസ് ആംബുലൻസ് കുറേ പോകണ്ട കേട്ടോ അങ്ങോട്ട്. നമ്മളപ്പോൾ ചെറുകുന്നം ടൗണിലെത്തിയിട്ടുണ്ട്. ചെറുകുന്നം അത്യാവശ്യം നല്ല തിരക്കുണ്ട് ടൗണിൽ. അപ്പം നമുക്കിങ്ങനെ നടന്നിട്ട് കാര്യമില്ല, വൈകുന്നേരം ആയതുകൊണ്ട് നമുക്ക് സ്റ്റേ സെറ്റ് ചെയ്യണം. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു പോകുമ്പോൾ ഓരോ ചേട്ടന്മാർ പറയുന്നുണ്ട് ഇവിടെ ഒരു അമ്പലമുണ്ട്, അന്നപൂർണേശ്വരി ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ അവർ സ്റ്റേയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു ഷോർട്ട് കട്ട് പിടിച്ച് പോണ വഴിയാണ് ദേ ഈ കാണുന്നത്. ഇവിടുന്ന് പ്രോപ്പർ കണ്ണൂരിലേക്ക് 18 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ സ്റ്റേ നോക്കിയില്ലെങ്കിൽ പണി കിട്ടും. നമ്മൾ റൂമിൻ്റെ സ്റ്റേ സെറ്റാക്കാനായിട്ട് നമ്മുടെ ഈ ചെറുകുന്ന് അന്നപൂർണേശ്വരി അമ്പലത്തിൽ എത്തിയേക്കുവാണ്. അപ്പോൾ ഇവിടെ റൂം അത്യാവശ്യം കുറഞ്ഞ റേറ്റിന് കിട്ടുമെന്നൊക്കെയാണ് നമ്മൾ വഴി കൂടെ കണ്ട ചേട്ടന്മാരെല്ലാം പറഞ്ഞു എന്നോട്. ഇതാണ് ചെറുകുന്ന് അമ്പലം. ഇതെന്തോ പണി നടക്കുന്നുണ്ട്, എന്താണെന്നറിയത്തില്ല. ഇതാണ് ക്ഷേത്രക്കുളം. ഏകദേശം 60 ലക്ഷം രൂപ കൊണ്ട് സെറ്റ് ചെയ്തതായിട്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ നോക്കുമ്പോൾ ഈ അമ്പലം ഇരിക്കുന്ന ഏരിയക്കാളും അത്യാവശ്യം വലിയതാണ് ഈ ക്ഷേത്രക്കുളം. ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന ഫാമിലിക്കും ആൾക്കാർക്കൊക്കെ റൂം സ്റ്റേ സെറ്റാക്കി കൊടുക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ കോൺടാക്ട് ചെയ്താലാണ് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ ഒരു പന്തലിട്ടാണ് കണ്ടില്ലായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിഷു വിളക്കുത്സവം കഴിഞ്ഞിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പന്തലഴിക്കണ പരിപാടിയാണ് കണ്ടത്. അങ്ങനെ കാലൊക്കെ ഒന്നോടൊന്ന് ഡ്രസ്സ് ചെയ്ത് രാത്രി പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ബാക്കി നമുക്ക് നാളെ സെറ്റാക്കാം.